കോഴിക്കോട് ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ അപ്പനും വളരെ ഈ കേരളത്തിലെ സകല മനുഷ്യർക്കും കാണാവുന്ന രീതിയിൽ അവരുടെ പ്രശ്നം പറഞ്ഞതാണ്. ഒരു പെൺകുട്ടിയെ പാർലറിൽ ജ്യൂസ് കുടിക്കാനായിട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ വളരെ ഫ്രണ്ട്ഷിപ്പോടെ അവർ പോകുന്നു. അവിടെ വെച്ച് മയക്കുമരുന്ന് കൊടുക്കുന്നു. ആ കുട്ടി അബോധാവസ്ഥയിലാകുന്നു. ആ കുട്ടിയുടെ വീഡിയോസും ഫോട്ടോസും വളരെ മോശമായ രീതിയിൽ എടുക്കുന്നു. അത് വച്ച് പിന്നീട് ബാർഗൈൻ ചെയ്യാൻ തുടങ്ങുന്നു. ഈ ഒരു വിഷയം, അതും ഒരു പെൺകുട്ടി എന്നെ ദുരുപയോഗിച്ചു, എന്നെ ഈ രീതിയിൽ ദ്രോഹിച്ചു എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തിട്ട് അത് തേച്ചു മാച്ചു കളയാനായിട്ടാണല്ലോ ഇവിടെയുള്ളവരന്ന് ശ്രമിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇതിന് തെളിവുണ്ടോ എന്ന് പറയുന്നവർ തെളിവുകൾ വരുമ്പോൾ അത് തേച്ചു മാച്ചു കളയാനാണ് ശ്രമിക്കുന്നത്. പിന്നെ ഈ മാതാപിതാക്കൾ അറിയരുത് എന്ന് നിർബന്ധം എന്തിനാ? ഉദാഹരണത്തിന് ഒരു രജിസ്റ്റർ വിവാഹം നടക്കണം. ശരി, 18 വയസ്സ് കഴിഞ്ഞവരാണ്, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇതൊക്കെ ശരി തന്നെ. പക്ഷേ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ആരും അറിയരുത്, രഹസ്യമായിട്ട് നടത്തണം. അത് എങ്ങനെയാണ് ചതിയല്ലാതാവുന്നത്? വീട്ടുകാർ സമ്മതിക്കില്ല എന്നതാണെങ്കിൽ നെഞ്ചുറപ്പോടുകൂടി ഞങ്ങൾ വിവാഹിതരാകാൻ ശ്രമിക്കുകയാണ്, നിങ്ങൾക്ക് തടസ്സം ഉണ്ടാകാം, പക്ഷേ നിയമപരമായിട്ട് ഞങ്ങളത് ചെയ്യുകയാണ്, അതല്ലേ പറയണ്ടേ? അല്ലാതെ മാതാപിതാക്കൾ ഇതറിയാതിരിക്കാവുന്ന രീതിയിൽ ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും രജിസ്ട്രേഷൻ്റെ രീതികൾ പോലും മാറ്റി കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ പ്രണയച്ചതി ചില വ്യക്തികളിലോ ചില തീവ്രവാദ സംഘടനകളിലോ മാത്രമല്ല പ്രണയച്ചതിക്ക് സപ്പോർട്ടുള്ളത്, മറിച്ച് കേരളത്തിൻ്റെ ഭരണ നേതൃത്വത്തിൽ തന്നെ അത്തരത്തിലുള്ള ദുരുദ്ദേശപരമായ നിയമ മാറ്റങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ന് വേണം സംശയിക്കാൻ. ഇത് ഭരണകൂടം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ, അതോ ചില വ്യക്തികൾ ഈ ഒരു ഭരണത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് കൂടി ഒരു നുഴഞ്ഞു കയറി അവിടെ വരുത്തുന്നതായിരിക്കും? ഇപ്പം നുഴഞ്ഞു കയറ്റം എല്ലായിടത്തും ഉണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയം, കേരളത്തിലെ രാഷ്ട്രീയം, അത് ഇടത്താകട്ടെ വലത്താകട്ടെ, വളരെ വ്യക്തമായ ടാർഗറ്റ് ചെയ്ത് നുഴഞ്ഞു കയറി ഓരോ പാർട്ടികളെ അവർ കൈയടക്കി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ പാർട്ടികൾ തീവ്രവാദ സംഘടനകളുടെ കയ്യിലായ ഒരവസ്ഥയിലാണിപ്പോൾ. അത് സൂക്ഷ്മതയോടെ കാര്യങ്ങൾ നോക്കുന്നവർക്ക് സാധിക്കും. ഞാൻ ചോദിക്കട്ടെ ഡിജോ, ഇവിടെ വിവാഹം കഴിക്കാനായിട്ട്, രജിസ്റ്റർ വിവാഹം ചെയ്യാനായിട്ട് തയ്യാറാകുന്നവർ അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇൻ്റർനെറ്റിലുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഓൺലൈനിൽ എല്ലാവർക്കും കാണാമായിരുന്നു. അപ്പോൾ അതിലൂടെ എന്താ വ്യക്തമാകുന്നത്? ഇവർ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നു, എന്തെങ്കിലും ഇല്ലീഗലായ കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കണം, ഇതല്ലേ അതിൻ്റെ ലക്ഷ്യം. വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സാധനം, ഇപ്പോൾ ആ വെബ്സൈറ്റ് ഉണ്ടോ? എത്ര പെട്ടെന്നാണ് അങ്ങനെയുള്ളൊരു സൗകര്യം ഇനി മുതൽ വേണ്ട. ആരോ പരാതി കൊടുത്തിട്ട് ഞങ്ങളുടെ പ്രൈവസി നശിപ്പിക്കപ്പെടുന്നു. അപ്പോൾ പ്രൈവസി നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ആ സംഭവം തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണോ വേണ്ടത്? അതോ പ്രൈവസി നശിപ്പിച്ചവൻ ആര്, അവനെ കണ്ടെത്തി ശിക്ഷിച്ച് എന്നാൽ ഈ സംവിധാനം നിലനിർത്തുകയാണോ വേണ്ടത്? ഏതാണ് ശരിയായിട്ടുള്ള രീതി ഡിജോ? തീർച്ചയായിട്ടും കുറ്റമറ്റ വിധം ആ ഒരു സംവിധാനം നിലനിർത്തുക, അതല്ലെങ്കിൽ അവർക്ക് പ്രൈവസി നഷ്ടപ്പെടാത്ത രീതിയിൽ ആവശ്യമുള്ളവർക്ക് അത് കിട്ടുമെന്ന രീതിയിലേക്ക് ലഭ്യമാക്കുക ചെയ്യേണ്ടത്, അതല്ല അതിൻ്റെ രീതി. ഇനി മറ്റൊന്ന്, ഇപ്പോൾ സ്പെഷ്യൽ മാരേജ് ആക്ട്, രജിസ്ട്രേഷൻ്റെ കാര്യം തന്നെ. ഈ രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, നമുക്കിപ്പോൾ ഒരു പാസ്പോർട്ട് ഉണ്ടെന്ന് നോക്കുക. നമുക്ക് പാസ്പോർട്ടുണ്ട്, പാസ്പോർട്ടിലൊരു പെർമനൻ്റ് അഡ്രസ്സുണ്ട്. എന്തിനു വേണ്ടി അതുള്ളത്? പെർമനൻ്റ് അഡ്രസ്സുള്ളത് ഇയാൾ തന്നെയാണെന്നും വേറെ ഫേക്കല്ല എന്നും വേറെ തട്ടിപ്പോ പരിപാടികളൊന്നും ഇല്ല എന്നൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയല്ലേ പെർമനൻ്റ് അഡ്രസ്സ് വരുന്നത്. ഇപ്പോൾ ഈ പറയുന്ന രജിസ്ട്രേഷൻ നടത്താവുന്ന, രജിസ്റ്റർ മാരേജ് നടത്താവുന്ന
ഓഫീസസ് എവിടെയുള്ള ഓഫീസായിരിക്കാം? ഇപ്പം മാറി മറിഞ്ഞ് എങ്ങനെയായി? അതായത് 30 ദിവസം, വെറും 30 ദിവസം എവിടെയെങ്കിലും ഇവർ താമസിച്ചിട്ടുണ്ടെന്ന് രേഖാമൂലം എഴുതി കിട്ടിയാൽ അവിടെയുള്ള രജിസ്റ്റർ ഓഫീസിൽ അവർക്ക് വിവാഹം നടത്താമെന്നായി. ആരാണ് ഈ സൗകര്യം ചെയ്തു കൊടുക്കുന്നത്? അപ്പോൾ ഒരു പെൺകുട്ടി എവിടെയെങ്കിലും പഠിക്കാനോ അല്ല മറ്റേതെങ്കിലും കാര്യത്തിനോ പോയി 30 ദിവസം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താൽ അതുകൊണ്ട് എല്ലാമായി. എന്തൊരു ഗൂഢാലോചനയുടെ ഭാഗമാണത്. മറിച്ച് ഈ പെൺകുട്ടിയുടെ സ്ഥലം ഏതാണോ, ഏത് ഡിസ്ട്രിക്റ്റിലാണോ അവിടെയുള്ള രജിസ്റ്റർ ഓഫീസിലാണെങ്കിൽ അവിടെ 30 ദിവസം അവിടെ പ്രദർശിപ്പിക്കണം. അപ്പോൾ വീട്ടുകാരറിയും, നാട്ടുകാരറിയും. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുള്ളത് അന്വേഷിക്കാൻ കഴിയും. ഇത് ആർക്കാണ് ഇത്രമാത്രം നിർബന്ധം? വീട്ടുകാരോ നാട്ടുകാരോ അറിയരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രണയച്ചതി ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഇത്തരം സൂത്രപ്പണികൾ. ഈ വിഷയം സർക്കാർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണത്. ഇങ്ങനൊരു സൗകര്യം അല്ലെങ്കിൽ നിയമപരമായിട്ട് ഇങ്ങനെയുള്ളത് ഇത് തീർച്ചയായിട്ടും നമ്മളായാലും അല്ലെങ്കിൽ മറ്റ് ഇത് സർക്കാരിൻ്റെ മുന്നിൽ കാണിക്കാൻ അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതല്ല. ഈ ഇതിലൊരു മാറ്റം വരുത്തണം. കാരണം 18 വയസ്സ് വരെ വരുത്തുന്ന മാതാപിതാക്കൾ, അത്ര വർഷം അവരെ നോക്കുന്ന മാതാപിതാക്കൾ, അവരുടെ ഗാർഡിയൻസ്, അവരറിയരുത് ഒരു നിമിഷ നേരത്തേക്ക് എന്നത് സർക്കാർ ഒരിക്കലും ചെയ്തു കൊടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരു ഒത്താശ വളരെ ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് KCBCയുടെ ജാഗ്രതാ കമ്മീഷൻ സർക്കാരിന് മുന്നിൽ കൃത്യമായി 5 കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇന്ന് നിലവിലുള്ള സ്പെഷ്യൽ മാരേജ് ആക്റ്റിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇത് ശരിയായ രീതിയല്ല, ഇത് പ്രണയച്ചതികൾക്ക് വളം വെച്ചു കൊടുക്കുന്ന ഏർപ്പാടാണ്, ഇതിലൂടെ പ്രത്യേകിച്ച് എപ്പോഴും കുഴപ്പത്തിൽപ്പെടുന്ന ആരാ? സ്ത്രീകളല്ലേ. സ്ത്രീ സുരക്ഷ ഇത്രയ്ക്ക് പ്രധാനപ്പെട്ടതായി കാണുന്നൊരു കാലഘട്ടത്തിൽ ഒരു സർക്കാർ സ്ത്രീയെ ഏത് ദുരന്തത്തിനുള്ളിലേക്കും പോയിക്കോട്ടെ, കാര്യങ്ങൾ ഒളിച്ച് നടന്നാൽ മതി എന്നൊരു നിലപാടെടുക്കുന്നത് എന്തൊരു അബദ്ധമാണ്. അതൊരു ജനകീയ സർക്കാരിന് ഒരിക്കലും ചെയ്യാൻ പറ്റിയ കാര്യമല്ല.